ഞങ്ങളെ തന്നെ അവിടെ സന്നിൽ താഴ്ത്തുന്നു. മനുഷ്യന്റെ ശബ്ദം കേൾക്കുവാൻ ഇടവരുത്. മനുഷ്യനെ അവിടുന്ന് ആയുധമായിട്ടെടുത്ത് ഉപയോഗിക്കുന്നവനാകുന്നല്ലോ. എളിയവന്റെ കുറവുകളെ ക്ഷമിച്ച് അടിയന്റെ നാവിൽ കൂടെ അവിടുത്തെ ശബ്ദത്തെ കേൾപ്പിക്കണമേ. അവിടുന്ന് ഞങ്ങളോട് സംസാരിപ്പാനുള്ളത് അവിടുന്ന് മിനിറ്റുകൾ കൊണ്ട് സംസാരിക്കണമേ. അവിടുത്തെ ഒറ്റ വാക്ക് മാത്രം മതി കർത്താവേ. ഞങ്ങൾക്ക് സൗഖ്യമാകും, ഞങ്ങളുടെ ബാല്യക്കാർക്ക് സൗഖ്യമാകും. അതുകൊണ്ട് ഇന്ന് വലിയൊരു വിടുതൽ അവിടുന്ന് അയക്കണം, അത്ഭുതം പ്രവർത്തിക്കണം. കേട്ടുകൊണ്ടിരിക്കുന്നത് നിന്റെ കുഞ്ഞുങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലുള്ളതായ വിഷയങ്ങളുടെ മേൽ അവിടുന്ന് മറുപടി നൽകണമേ. ഇന്ന് അത്ഭുതങ്ങളുടെ അതിശയങ്ങളുടെ പകൽക്കാലമാക്കി തീർക്കണമേ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിന്റെ മക്കളെ എല്ലാം അവിടുന്ന് നിറയ്ക്കണമേ കർത്താവേ. നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയാത്തതായ പരിശുദ്ധാത്മാ നദിയിൽ കൂടെ കർത്താവെ, ഞങ്ങൾ പല നദികൾ കടക്കുന്നത് ഇന്നലെ ഞങ്ങൾ ചിന്തിച്ചു. എന്നാൽ വേറൊരു നദി ഉണ്ടല്ലോ, ദൈവസന്നിധിയിൽ പുറപ്പെടുന്ന നദി. അതിൽ കൂടെ നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ കഴിയുകയില്ലാതെ രേഖപ്പെടുത്തിയിരിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, ആ ഒരു അനുഭവം ഞങ്ങൾക്ക് തരണമേ. അല്പം കൊണ്ടും അധികം കൊണ്ടും വിടുവിപ്പാൻ കഴിയുമല്ലോ. ഇന്നത്തെ അല്പനേരത്തെ ധ്യാനം കൊണ്ട് നിന്റെ മക്കളെ എല്ലാം അനുഗ്രഹിക്കണം. ശാരീരിക രോഗത്തിൽ കൂടെ കടന്നു പോകുന്നവരെ സൗഖ്യമാക്കണം. ഈ നിമിഷം നിന്റെ മക്കൾക്ക് സൗഖ്യം കൊടുക്കണം. സാമ്പത്തിക ഞെരുക്കങ്ങള്, ഭൗതികമായ വിഷയങ്ങൾ, മറ്റാരോടും ഞങ്ങൾക്ക് പറയുവാൻ കഴിയാത്തതായ വ്യക്തിപരമായ വിഷയങ്ങളുണ്ടല്ലോ. അത് മനുഷ്യരോട് പറഞ്ഞാൽ അവർ ഞങ്ങളെ കർത്താവ് നിന്ദിക്കുവാനും പഴിക്കുവാനും ദുഷിക്കുവാനും ഇടവരും. എന്നാൽ ഞങ്ങളെ ഒരിക്കലും അങ്ങനെ നിന്ദിക്കാത്തവനായ കർത്താവ് അവിടുന്നാകുന്നു. ഭൂതഗ്രസ്തരെ വിടുവിച്ചവനാകുന്നു. അവരുടെ ലജ്ജയെ മാറ്റിയവനാകുന്നു. മഗ്ദലക്കാരത്തി മറിയുടെ മേലുണ്ടായിരുന്ന 7 ഭൂതങ്ങളെ പുറത്താക്കി. അവൾ കർത്താവിനെ പിൻപറ്റി, കുരുടനെ സൗഖ്യമാക്കി. അവൻ കർത്താവിനെ പിൻപറ്റി. കർത്താവെ, ഇന്ന് പകൽക്കാലം അങ്ങേ പിൻപറ്റുവാൻ തക്കണം. ദൈവവചനം മുഖാന്തരമാക്കി തീർക്കണം. ഇത് കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് ഈ ജീവന്റെ സകല പ്രവർത്തനങ്ങൾ അവിടുന്ന് അനുഗ്രഹിക്കണം. 100 മടങ്ങായിട്ട് അതിനെ ബലപ്പെടുത്തണം. ശുശ്രൂഷിക്കുന്ന എല്ലാവരെയും അവിടുന്ന് ബലപ്പെടുത്തണമേ. അവിടുത്തെ ഭക്തനെ കുടുംബമായി അനുഗ്രഹിക്കണം. പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണം. സ്വർഗത്തിലുള്ളതായ സഹായം അവിടുന്ന് എത്തിച്ചു കൊടുക്കണം. എല്ലാ കാര്യത്തിലും സഹായിക്കണം. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. വചനവൈച്ചങ്ങളെ വിടുവിച്ചാട്ട് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് ഇന്ന് എല്ലാവരുടെയും എല്ലാ വിഷയങ്ങൾക്കും, ന്യായമായ വിഷയങ്ങൾക്കെല്ലാം മറുപടി നൽകിയിരിക്കാൻ ദൈവത്തിന് നന്ദി കരേറ്റി നമുക്ക് 3 ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യം മാത്രമാണ്. എന്താണ്? മനസ്സുബുദ്ധിക്ക് രൂപാന്തരം. വാക്യങ്ങളൊക്കെ നമുക്കറിയാം. ഒരു ഇന്റലിജൻസ് ആയിട്ട് തീരരുത്. ഹല്ലേലൂയ. ഇൻഫോർമേറ്റീവ് ആയിട്ട് തീർന്നാൽ ഒരു പ്രയോജനമില്ല. വചനത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും കേൾക്കുന്നു, ഒത്തിരി ഇൻഫോർമേഷൻ കിട്ടിയതുകൊണ്ട് ഒരു പ്രയോജനമില്ല. പിന്നെ എന്താണ്? ട്രാൻസ്ഫോർമേറ്റീവ് ആയി തീരണം. പ്രൈസ് ദി ലോർഡ്. വചനം നമുക്ക് രൂപാന്തരം വരുത്തുന്നില്ലെങ്കിൽ പ്രയോജനമില്ല. അതുകൊണ്ട് നിക്കോദേമോസ് കർത്താവിന്റെ അടുക്കൽ വന്നേച്ച് എന്താണ്? നീ ദൈവത്തിങ്കിൽ നിന്ന് വന്നവനാണ്, ദൈവത്തിന്റെ ഉപദേഷ്ടാവാണ്, നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, നീ ഇതൊക്കെ പറയുന്നു, പക്ഷേ പുതുതായി ജനിച്ചില്ല എങ്കിൽ നീയല്ല ആരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്കും ഒരു യഥാർത്ഥമായ മാനസാന്തരം പലപ്പോഴും ഉണ്ട്. നമ്മുടെ പഴയ കാലത്ത് ഇച്ചിരി പ്രായമുള്ളവരെ ഒക്കെ എന്താണ് കൂട്ടായ്മയിലൊക്കെ ഒക്കെ ആരാധന സമയത്ത് നമ്മൾ കേൾക്കുന്നുണ്ടായിരുന്നു, എന്താണ്? രക്ഷിക്കപ്പെടുക. അപ്പോൾ യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നവരെല്ലാം കരമുയർത്താൻ പറയുന്നു. ഇന്ന് ഈ നാളുകൾ അങ്ങനെയൊന്നും അധികം കേൾക്കുന്നില്ല. അപ്പോൾ യേശു രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്ന ആ ദിവസം കുറിച്ച് വെക്കുകയും അത് ഓർമ്മിക്കുകയും ചെയ്യും. എന്നാൽ ആ ഒരു അനുഭവം എന്താണ്? ഒറ്റ ദിവസം കൊണ്ട് തീരുന്നതല്ല, അത് വർദ്ധിച്ചു വരണം. പ്രിയമുള്ളവരെ, കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചെന്തിനാണ്? തന്നോടുകൂടെ ആദ്യം ഇരിക്കണം. അവിടെ ഇരിക്കുക മാത്രമല്ല, സുവിശേഷം അറിയിപ്പാൻ തക്കണം, അയക്കപ്പെടണം, ഭൂതങ്ങളെ പുറത്താക്കാനുള്ള അധികാരം എല്ലാം കർത്താവ് നൽകി. അതുകൊണ്ട് അവർക്ക് കൊടുത്ത അധികാരം ഇന്ന് നമുക്കുണ്ട്. ദൈവവചനത്തിൽ കൂടെ ആ വിടുതൽ പ്രാപിക്കണം. നമുക്ക് മാനസാന്തരം പ്രാപിക്കാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ആകേണ്ടതുപോലെ ആകാത്തതാണ് ക്രിസ്തീയ ഗോളത്തിൽ ഏറ്റവും വലിയ പ്രശ്നം. എവിടെയെങ്കിലും കൂടുമ്പോൾ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക, പള്ളിയിൽ വന്നാൽ, ആരാധനയ്ക്ക് വന്നാൽ, എന്താണ് മനുഷ്യന്റെ ഒരു പ്രത്യേക സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആരുടെയെങ്കിലും കുറ്റം ആരെങ്കിലും പറഞ്ഞാൽ മതി. എത്ര അറിയാവുന്ന വ്യക്തിയാണെങ്കിലും ശരി, പരസ്പരം അറിയാം ഇതൊന്നും ശരിയല്ലെന്ന് അറിഞ്ഞാൽ പോലും അതിനങ്ങ് സപ്പോർട്ട് ചെയ്യും. മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. അത് പിശാചിങ്കൽ നിന്ന് വരുന്ന. അതുകൊണ്ട് നമ്മളെ അങ്ങനെ ആയിത്തീരുത്, അക്യൂസ് ചെയ്യുന്നവരായി തീരുത്. ഒരു മനുഷ്യന്റെയും കുറ്റമല്ല, നമ്മുടെ കുറ്റം കർത്താവെ കാണിച്ചു തരണമേ. ഇന്ന് പകൽക്കാലം അങ്ങനെ നമ്മൾ ആയിരിക്കുന്നെങ്കിൽ ദൈവം നമ്മോട് നിശ്ചയമായിട്ട് ഇടപെടും. വ്യസനത്തിലുള്ള മാർഗം അപ്പുറത്തിരിക്കുന്നതിലുണ്ടോ എന്ന് നോക്കാനല്ല പറഞ്ഞത്. വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കിയിട്ട് അതെന്നിൽ നിന്ന് നീക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണം. നമുക്ക് എല്ലാവർക്കും ഇന്ന് പ്രാർത്ഥനയോടെ ആയിരിക്കും, കർത്താവെ, വ്യസനത്തിലുള്ള വല്ലതും എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ
എന്റെ ശുശ്രൂഷയിലുണ്ടെങ്കിൽ, എന്റെ പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ, എന്റെ കുടുംബജീവിതത്തിലുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, കർത്താവെ ആ വ്യസനം വരുത്തുന്ന എല്ലാ കാര്യങ്ങളും നീക്കിയിട്ട്, ഇന്ന് നമ്മള് മീഖാവിന്റെ കാര്യമൊക്കെ നമ്മൾ കേട്ട് എത്ര ഭയങ്കരമാണ്. ഒടുവിൽ എന്താണ്, ഒരു ഗോത്രം മുഴുവനും നശിപ്പിക്കപ്പെടുവാന്റെ മുഖാന്തരമായി തീർന്നു. വഷളത്വം ഇസ്രയേൽ ഗോത്രങ്ങളിൽ തന്നെ സംഭവിച്ചു. പിന്നെ ഒടുവില് അവിടെയുള്ളതായ ശേഷിച്ചിരിക്കുന്നവർക്ക് മക്കളെ ഭാര്യമാരെ കിട്ടാൻ പ്രയാസമായതുകൊണ്ട് ഒരു ഉത്സവത്തിങ്കൽ പോയി നടക്കുമ്പോൾ അവിടെ പിടിച്ചോണ്ട് പോകാനാ പറയുന്നത്. അതുകൊണ്ട് എത്ര ഭയങ്കരമായ സംഭവങ്ങൾ ഇസ്രയേൽ ഗോത്രങ്ങൾ നടക്കുന്നു. ദൈവജനത്തെ ദൈവം വിളിച്ചിറക്കിയെങ്കിലും ദൈവത്തെ അനുസരിക്കാത്തതായിരുന്നു മനുഷ്യരുടെ കുറവെന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവവചനം കേൾക്കുമ്പോൾ നമ്മൾ അതിന് ഉത്തരവാദികളാണ്. എത്രത്തോളം വചനം കേൾക്കുമോ അത്രത്തോളം നാം അതിന് ഉത്തരവാദികളാ. കേട്ട വചനം നമ്മളെ ന്യായം വിധിക്കുക. അതുകൊണ്ട് മറക്കരുത്. നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ഈ ഒരു വിഷയമാണ്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. കുറിവാക്യമായി റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അപ്പൊ ദൈവത്തിന്റെ ഹിതമെന്ന് പറയുന്നതിനകത്ത് 3 കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ ഹിതത്തിൽ ഒരു തിന്മയുമില്ല പ്രിയമുള്ളത്. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം നന്മയ്ക്ക് വേണ്ടിയാണ്. EGM-നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. ഹല്ലേലൂയ. ഒരു സുവിശേഷ പ്രവർത്തനം നടത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. പോരാട്ടങ്ങൾ ധാരാളമാണ്. പ്രത്യേകിച്ചും വിവിധ സ്റ്റേറ്റുകളിലൊക്കെ പോയി അവിടുത്തെ ഭാഷ പഠിച്ച് അടുത്തുള്ളവരായ 6 പേരാണ് ഇതിനകത്ത് വേല ചെയ്യുന്നത്. അതൊരു വലിയ കാഴ്ചപ്പാടാണ്. കേരളത്തിൽ നിന്ന് പോയേച്ച് മലയാളികൾ അവിടെ പോയി ഭാഷ പഠിച്ച് പറഞ്ഞതിനേക്കാളും ഏറ്റവും നല്ലത് ആ ദേശക്കാര് സുവിശേഷകരായി തീരുക. അതാ പൗലോസിന്റെ ശുശ്രൂഷ. നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നവരെ കൂടെ നിൽക്കാം, പക്ഷേ ആ ദേശക്കാരെ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിച്ചാൽ ആ സഭ വളർന്നുകൊണ്ടിരിക്കും. ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യമാണ്. 146 കോടി ജനങ്ങൾ ഇന്നുണ്ട്. അവർ എത്ര പേര് സുവിശേഷം കേട്ടിട്ടുണ്ട്? ഒരുപാട് ഗ്രാമങ്ങൾ മഹാരാഷ്ട്രയിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അവിടുത്തെ ഗ്രാമങ്ങളിലൊക്കെ 76, 77 വർഷങ്ങളിൽ ഒത്തിരി ഇടങ്ങളിൽ പോയിട്ടുള്ളത്. നിങ്ങളുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാടിടത്ത് പുതിയ ടവർ ലൈൻ വലിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അവിടെ എല്ലാം പോകേണ്ടി വന്നു. 400 kV ട്രാൻസ്മിഷൻ ലൈൻ. അപ്പോൾ അവിടെ ഉള്ള ഒരുപാട് ഗ്രാമങ്ങൾ. അന്നേരം ഇവർക്ക് യേശു എന്ന് പറഞ്ഞാൽ എന്തെന്ന് അറിയത്തില്ല. അവർക്ക് സംസ്കാരം എന്ന് പറയുന്നത് ഇല്ല. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. അതുപോലെയുള്ള അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവരോട് യേശുവിനെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഞാൻ അവിടെ അന്നു മുതൽ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്, കർത്താവെ ഈ ദേശത്തുള്ളവരൊക്കെ സുവിശേഷം അറിയുവാനിടയായിട്ട്. അതുകൊണ്ട് സുവിശേഷം അറിഞ്ഞിട്ടില്ലാത്ത ഇടങ്ങളിൽ നമ്മൾ പോകണം. EGM അങ്ങനെ നമുക്കറിയാവുന്ന പല മിനിസ്ട്രീസ് ഉണ്ട്. അതിനെയൊക്കെ ദൈവം നിർത്തിയേക്കാം. മിഷൻസ് ഇന്ത്യ, പ്രിയപ്പെട്ടതായ ശുശ്രൂഷകൾ ചെയ്യുന്നവർ, ഒരുപാട് സുവിശേഷ സംഘടന, ഇതൊക്കെ പ്രാർത്ഥിക്കണം. നമുക്ക് എല്ലാവരെയും സ്നേഹിപ്പാൻ സഭാവ്യത്യാസം കൂടാതെ, വ്യക്തിവ്യത്യാസം കൂടാതെ എല്ലാവരെയും സ്നേഹിപ്പാൻ ദൈവമക്കൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ആരും ദൈവമക്കളല്ല. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിപ്പാനും നാം കടംപ്പെട്ടവർ. അതുകൊണ്ട് ദൈവത്തിന്റെ ഹിതം എന്ന് പറയുന്നത് ഒന്ന് നന്മ മാത്രമാണ്. ദൈവത്തിന്റെ ഹിതത്തിന്റെ പ്രത്യേകത. പിന്നെ എന്താണ്? പ്രസാദമായിട്ടുള്ളത്. ദൈവത്തിന് പ്രസാദമായിട്ടുള്ളതായ ദൈവഹിതം നമ്മൾ അറിയണം. പല കാര്യങ്ങളും ദൈവത്തിന് പ്രസാദമല്ല. നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും ദൈവത്തിന് പ്രസാദമല്ല. ഇസ്രായേൽ ജനം എന്ത് ചെയ്തു? അവർക്കെല്ലാം കൊടുത്തിട്ട് അവരാണ് നമുക്ക് വലിയൊരു ഓർക്കാൻ വേണ്ടിയുള്ളതായ ഒരു ഉദാഹരണം. ദൈവം വിളിച്ചു വേർതിരിച്ച ഒരു ജനമാണ്. ഇല്ലാതിരുന്നിടത്ത് അബ്രഹാമിന് മക്കളെ കൊടുത്ത് ഭൂമിയിൽ ആ മക്കളെ കൊണ്ട് നിറച്ചു. കടൽപ്പുറത്തെ മണൽ പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ അവരെ അങ്ങ് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവർ പോകുന്ന ഇടങ്ങളിലെല്ലാം ദൈവം അവരെ സഹായിച്ച്, പലപ്പോഴും അവരെ മൊത്തത്തിൽ നശിപ്പിച്ച് കളയാൻ ദൈവത്തിന് കോപം വന്ന അതുപോലെ ആയിരുന്നു അവരുടെ പ്രവർത്തികൾ. ബിംബാരാധനയും ഇല്ലാത്ത അശുദ്ധികളും എല്ലാം. അതുകൊണ്ട് അവർ പിറുപിറുക്കുന്നവരായി തീർന്നു. ഭക്ഷണം വായിലിരിക്കുമ്പോൾ തന്നെ പിറുപിറുക്കുന്നു. ഇന്നും അതല്ലേ നടക്കുന്നത്? എന്തെല്ലാം നന്മകൾ നമുക്ക് തന്നു, എന്നാൽ അതിനാണോ നന്ദി പറയുന്നത്? അതിന് പകരം പിറുപിറുക്കുകയല്ലേ. ഇല്ലാത്തതിനെ ഓർത്ത് പിറുപിറുക്കുന്നത് മനുഷ്യന്റെ ഒരു സ്വഭാവം. അതുകൊണ്ട് ആ ഒരു ജഡ സ്വഭാവത്തിന്റെ മേൽ ഞാനും നിങ്ങളും ജയമെടുക്കണം. ജയോത്സവമായി ക്രിസ്തുവിൽ നമ്മെ ജയോത്സവമായി നടത്തുന്ന ദൈവം. അതുകൊണ്ട് ജയത്തിന്റെ ഉത്സവമായിരിക്കണം ദൈവത്തിന്റെ ജീവിതം എന്ന് പറയുന്നത്. ഓരോ നിമിഷവും ദൈവസന്നിധി ആയിരിക്കുന്നത് നല്ലത് തിരഞ്ഞെടുക്കണം. നമുക്ക് തെറ്റിപ്പോകാൻ ധാരാളം സാഹചര്യങ്ങളുണ്ട്. തെറ്റിപ്പോകാനുള്ള സാഹചര്യങ്ങളാണെന്ന് ലോകത്തിൽ കാണുന്നത്. സർവ്വലോകം ദുഷ്ടന്റെ അധീനതയിൽ ഇരിക്കുന്നു. കർത്താവ് നോ എന്ന് പറഞ്ഞില്ല. കർത്താവിനോട് പറഞ്ഞു, നീ ഒന്ന് വണങ്ങിയാൽ ഇതെല്ലാം തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ പിശാചിന് എവിടുന്ന് അധികാരം കിട്ടി? ആദാമിന് കൊടുത്തതെല്ലാം ആദാമിന്റെ കയ്യിൽ നിന്ന് അവൻ കൽപ്പന ലംഘനം ആദാമിന് വന്നതുകൊണ്ട്, വീണുപോയത് കൊണ്ട്. അതുകൊണ്ട് ഓർത്തുകൊള്ളണം, ഈ ലോകം വല്ലാത്ത ലോകമാണ്, ദുഷ്ടലോകമാണ്. ഈ ലോകത്തിന്റെ ദുഷ്ടതയിൽ ഞാനും നിങ്ങളും പങ്കുകാരായി തീരുന്നു. കർത്താവ് പറയും, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായി തീരുവിൻ.
എന്താണ് വിശുദ്ധി എന്ന് അറിയത്തില്ല അനേകർക്ക്. അതുകൊണ്ടാണ് എന്താണ് വിശുദ്ധരായി തീരാൻ കഴിയാത്തത്. പലരുടെയും വിചാരം എന്ന് പറയുന്നത് പുറമേ കാണിക്കുന്നൊക്കെയാണ് വിശുദ്ധി. അതിനെപ്പറ്റി കർത്താവ് തന്നെ പറഞ്ഞ എന്താണ്, പുറമേ കാണുന്ന ശവക്കല്ലറകളെ പോലെയാണ്, ഇല്ലയോ, നല്ലപോലെ പെയിന്റ് ചെയ്ത് മനോഹരമാക്കി ഇരിക്കും. അതിന്റെ ഉള്ളിലോട്ട് ആരും അങ്ങോട്ട് ചെല്ലാൻ പാടില്ല, ഭയങ്കര നാറ്റമാണ്, മരിച്ചവരുടെ അസ്ഥികളാണ്. അങ്ങനെയായി തീരും. നമ്മുടെ ഉള്ളിലോട്ട് വന്ന് നമ്മളെ സ്പർശിക്കുവാൻ ദൈവമക്കൾക്ക് കഴിയണം, മറ്റുള്ളവർക്ക് കഴിയണം. കർത്താവിന്റെ മാറോട് ചാരി ഇരിപ്പാൻ യോഹന്നാന് കഴിഞ്ഞു. കർത്താവിന്റെ അടുക്കൽ വന്നവരെ എല്ലാം സ്നേഹിച്ചു, അവസാനത്തോടെ സ്നേഹിച്ചെന്നാ പറയുന്നു. ഞാൻ നിങ്ങൾ സ്നേഹിക്കണം. നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാനുള്ള കാരണം എന്താന്ന് പറയാമോ? സ്നേഹമാണ്. സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. 1 കൊരിന്ത്യർ 13 അറിയാമല്ലോ. സ്നേഹത്തെ പറ്റി മാത്രം പറഞ്ഞിരിക്കുന്നത്. ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു, ദോഷം കണക്കുന്നില്ല എന്നുള്ള ലിസ്റ്റ്. ഇതൊക്കെ ഒന്ന് വായിക്കണം. വചനം വായിച്ചതുകൊണ്ട് കാര്യമില്ല, അതിനകത്ത് എന്ത് എഴുതിയിരിക്കുന്നു നമ്മൾ ഗ്രഹിക്കണം. അതുകൊണ്ടാണ് നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ഫിലിപ്പോസ് വന്ന് ചോദിച്ചത്. കർത്താവ് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ എങ്ങനെ ഗ്രഹിക്കുന്നു, ഞാൻ നിങ്ങൾ എങ്ങനെ ദൈവവചനം ഗ്രഹിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് എല്ലാം വായിക്കും. മുത്തായി സാറിന്റെ ഒരുപാട് ക്ലാസ്സുകൾ മനോഹരമായിട്ട് എടുക്കുന്ന നമുക്ക് നിങ്ങൾ കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്നുള്ളൂ. വചനത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ പോകണം. വചനമില്ലെങ്കിൽ ദൈവത്തിന്റെ വേല ചെയ്യാനൊക്കത്തില്ല. ദൈവവേല ശുശ്രൂഷിക്കുന്നവര് ഒരു സംഘടനയായിട്ടാന്നേലും കുറച്ചു പേരാന്നേട്ടിലും അത് ഫലകരമായി തീരണമെന്നുണ്ടെങ്കിൽ അതിൽ നടത്തുന്നവർ ദൈവവചനം അറിയാവുന്നവരായി തീരണം. ദൈവവചനം അറിയാതെയും ദൈവത്തോടുള്ള വ്യക്തിപരമായ ബന്ധമില്ലാതെയും നമ്മൾ കർത്താവിന് വേണ്ടി മറ്റുള്ളവരെ നേടാൻ പോയാൽ അതുകൊണ്ട് ഒരു പ്രയോജനം. അതുകൊണ്ട് ഇന്നിത് കേൾക്കുന്നവരോടുള്ള ദൈവത്തിന്റെ ആഹ്വാനമാണ്. നാമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇത്രയും ദിവസം നടക്കുന്നതായ ദൈവവചന ശുശ്രൂഷ നമ്മൾ കേട്ടോണ്ടിരിക്കുകയല്ലയോ. അത് നമ്മുടെ ജീവിതത്തിൽ അത് നിലനിൽക്കണം പ്രിയമുള്ളവരെ, അല്ലെങ്കിൽ ഒരു പ്രയോജനമില്ല. കേട്ട വചനം ഉപകാരമായി തീരണം. എബ്രായ ലേഖനത്തിൽ അതാണ് പറയുന്നത്. കേട്ട വചനം അവർക്ക് ഉപകാരമായി, കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കാഞ്ഞതുകൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരമായില്ല. നമ്മൾ കേൾക്കുന്ന ഈ ജീവന്റെ വചനം ഉണ്ടല്ലോ, അത് സൗഖ്യമാക്കുന്ന വചനമാണ്. അത് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന വചനമാണ്. ഒറ്റ വാക്ക് മതി നമുക്ക് സൗഖ്യം ലഭിക്കാൻ. രോഗികളെ ദൈവം സൗഖ്യമാക്കും. സൗഖ്യം തരുന്ന കർത്താവാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഇത് കേൾക്കുന്ന എല്ലാവരുടെയും രോഗത്തിന്റെ സൗഖ്യം കർത്താവ് ഇന്ന് തരുമെന്ന് പറയുമ്പോൾ അത് സത്യമാണ്. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ കൂടെ പോയിട്ടുള്ള വ്യക്തിയാണ് പ്രിയമുള്ളത്. ഈ കർത്താവ് സൗഖ്യം തരുന്നവനാണ്. ഈ കർത്താവ് നല്ലവനാണ്. അതുകൊണ്ട് ഈ ലോകം എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റാ. അതിന് നമ്മൾ അനുരൂപരായി തീരരുത്, ഈ ലോകക്കാരെ പോലെ ആയിത്തീരരുത്. അതൊക്കെ നല്ല ഭംഗിയായിട്ട് തോന്നും, പക്ഷെ ഒടുവിൽ അത് നാശമാണ്. നാശത്തിലേക്ക് പോകുന്ന വഴി വിശാലമാണ്. അതിൽ കൂടെ കടക്കുന്നവർ അനേകരാണ്. ഭൂരിപക്ഷം അതിൽ കൂടെയാ പോകുന്നത്, മറക്കരുത്. ഭൂരിപക്ഷവും പോകുന്നത് ആ വിശാലമായ വഴി കൂടെയാ, പക്ഷെ അതിന്റെ അവസാനം നാശമാണ്. ജീവങ്ങളിലേക്കുള്ള മാർഗം ഇടുക്കവും ഞെരുക്കമുള്ളത് അത് കണ്ടെത്തുന്നവർ ചുരുക്കമാണ് പ്രിയമുള്ളവര്. തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് തന്നെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ അത് ഞെരുക്കത്തിന്റെ വഴിയാണ്. ശിഷ്യന്മാരെയൊക്കെ ദൈവം വിളിച്ച് വേർതിരിച്ചേച്ച് വലിയ വേല ചെയ്യിച്ച് ഇവരൊക്കെ കർത്താവിന് വേണ്ടി തങ്ങളുടെ രക്തം ചിന്തേണ്ടി വന്നു. എന്നെ നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത് കൂട്ടുകാർക്ക് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി ജീവനെ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് ദൈവവചനം പറയുമ്പോൾ ജീവനെ നൽകുവാൻ വേണ്ടിയാണ്. എന്ത് സംഭവിക്കാം, പോകുന്ന വഴിയിൽ എന്ത് സംഭവിക്കാം. ദൈവവേലയുടെ മധ്യത്തിൽ വെച്ച് ലോകത്തിൽ നീക്കപ്പെട്ടെന്ന് വരാം. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരു ദിവസം ഒരു സുവിശേഷകൻ വർഷങ്ങളായിട്ട് ഒരു സംഘടനയിൽ പ്രവർത്തിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ സഹോദരന്റെ മറ്റേ വീട്ടിൽ പോയിട്ട് ആ ഗേറ്റ് തുറക്കുക അടക്കുകയും ചെയ്തപ്പോൾ ഗേറ്റ് അദ്ദേഹത്തിന്റെ മേൽ വീണു. അദ്ദേഹം ലോകത്തിൽ നീക്കപ്പെട്ടു. ഈ കഴിഞ്ഞ ആഴ്ച സംഭവിച്ചതാണ്. അതുകൊണ്ട് ഈ ഓട്ടത്തിന്റെ മധ്യത്തിൽ നമ്മൾ എങ്ങനെയാണ്, എപ്പോഴാണ് ഇവിടുന്ന് പോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ നമ്മൾ എപ്പോഴും അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുക. അതുകൊണ്ട് ഈ ലോകത്തിന് അനുരൂപമായി തീരാതെ നന്മയുള്ളതാണ് ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന് പ്രസാദമുള്ള. പിന്നെ എന്താണ്? പൂർണ്ണതയുമുള്ളതായ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയണം. എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ തിരിച്ചറിയണമെന്ന് പറയും. അങ്ങനെ തിരിച്ചറിയണമെങ്കിൽ എന്ത് വേണം? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ആൻഡ് ഡു നോട്ട് ബി കൺഫോംഡ് ടു ദിസ് വേൾഡ് ബട്ട് ബി ട്രാൻസ്ഫോംഡ് ബൈ ദ റിന്യൂവിംഗ് ഓഫ് യുവർ മൈൻഡ് that you may prove what is that good and acceptable and perfect will of God. അപ്പോൾ എന്നെയും നിങ്ങളെ കുറിച്ച് ദൈവത്തിനൊരു പെർഫെക്റ്റ് വില്ലുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിന്റെ ആ പൂർണ്ണതയുള്ള ഹിതത്തിൻ പ്രകാരം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് മഹാസന്തോഷമായിരിക്കും. എത്ര പേര് അനുഭവിച്ചറിയുന്നുണ്ട്. ദൈവഭാഗത്തേക്ക് വന്നേ പിന്നെ ഒന്നിനെ കുറിച്ച് വിചാരിച്ച് ഓരോ ദിവസവും ദൈവത്തിന്റെ ഇഷ്ടം മാത്രം ചെയ്യുക. ദൈവം നമ്മളെ നടത്തും. വഴി ഇതാകുന്നു, ഇതിലെ നടന്നു കൊടുക്കുക എന്നുള്ള ഇമ്പ ശബ്ദം നമ്മളെ കേൾപ്പിക്കും.
ഇതിലേക്കൂടെ നടന്നു കൊടുക്കുക. അതുകൊണ്ട് പൂർണ്ണതയുള്ള ദൈവഹിതം തിരിച്ചറിയണം. നമുക്കിവിടെ ലോകത്തിൽ എന്താണ് 10, 20, 30, 50, 70, 100 ഒക്കെ വർഷം നമുക്ക് ജീവിക്കാൻ തരുന്നതുണ്ടല്ലോ. ഓരോ നിമിഷവും ദൈവത്തിന് കണക്ക് ബോധിപ്പിക്കേണ്ടതാണ് ഞാനും നിങ്ങളും. ദൈവത്തിന് പ്രസാദമുള്ളവരായി പൂർണ്ണമായി ദൈവഹിതം നിവർത്തിക്കണം. അല്ലെങ്കിൽ എന്നിട്ട് സംശയിക്കുന്നവരായി തീരരുത്. സംശയിക്കുന്നവർ ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിക്കുകയില്ല. കാറ്റടിച്ച് ഉലയുന്നതായ കടൽത്തിര പോലെയാണ്. ഒരു നിമിഷം നോക്കുമ്പോൾ അപ്പുറത്തായിരിക്കും, വേറൊരു നിമിഷം നോക്കുമ്പോൾ ഇപ്പുറത്തായിരിക്കും. ഇന്ന് അനേകരും അങ്ങനെയാണ്. വിശ്വാസത്തിൽ സ്ഥിരതയില്ലാത്തവരാണ്. ആത്മീയ ജീവിതത്തിൽ ഏറ്റവും ആവശ്യം വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ എങ്ങനെയായിരിക്കണം? ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ ദൈവമുണ്ടെന്നും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും പ്രതിഫലം നൽകുന്നെന്നും വിശ്വസിക്കേണ്ടതാകുന്നു. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. കടലിൽ താണു പോകാൻ തുടങ്ങിയതായ പത്രോസിനോട് നീ എന്തിനാണ് സംശയിച്ചത്? ഇന്നും ദൈവമക്കൾ നീ എന്തിനാ സംശയം? ഇന്ന് നിന്റെ രോഗം മാറുമെന്ന് കർത്താവ് പറഞ്ഞാൽ നീ എന്തിനാ സംശയിക്കുന്നത്? ഇത് നിന്റെ വിഷയത്തിന് മേൽ ഇന്ന് എത്ര പേര് 161 ഡിവൈസിൽ കൂടെ ആരൊക്കെ കേൾക്കുന്നു അവരോടൊക്കെ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാം ഓർപ്പിക്കുകയാണ്. ഇന്ന് നിന്റെ വിടുതലിന്റെ പകൽക്കാലമാണ്. ഇന്നത്തെ പകൽക്കാലം ഒരു അനുഗ്രഹത്തിന്റെ പകൽക്കാലമാണ്. ഇതുവരെ കണ്ട മിസ്രൈമിനെ ഇനി മേലിൽ കാണുകയില്ല. ഞാനത് ഏറ്റെടുക്കുന്നുവെന്ന് നിങ്ങൾ അവരവരായിരിക്കുന്ന സ്ഥലത്ത് പറഞ്ഞാൽ ഇന്നൊരു വിടുതലുണ്ട്. നിങ്ങളുടെ എല്ലാ രോഗങ്ങളും ദൈവം സൗഖ്യമാക്കും. രോഗശാന്തി മക്കളുടെ അവകാശമാണ്. കർത്താവിന്റെ അടുക്കൽ വന്ന് സകല രോഗികളെയും കർത്താവ് സൗഖ്യമാക്കി. അതുകൊണ്ട് രോഗത്തെ സൗഖ്യമാക്കുക എന്നുള്ള കർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഏത് രോഗത്തെ സൗഖ്യമാക്കും. മരിച്ചുപോയെങ്കിൽ അവർ ഉയർപ്പിക്കുവാൻ കഴിവുള്ളവരാണ്. അതുകൊണ്ട് ക്യാൻസർ രോഗം മാറത്തിൽ വിചാരിക്കരുത്. എന്താണ് ഡയബറ്റീസ് മാറത്തില്ലെന്ന് വിചാരിക്കരുത്. ഹാർട്ടിന്റെ എന്ത് രോഗമായിരുന്നാലും, അലർജി ആവട്ടെ, ചെറിയ രോഗമായിരുന്നാലും വലിയ രോഗമായാലും, ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ എല്ലാവരും നീങ്ങിപ്പോകട്ടെ. ഇന്നൊരു വിടുതലിന്റെ പകൽക്കാലമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളത് ഏറ്റെടുക്കുകയാണ്. നിന്റെ മക്കളുടെ ശരീരങ്ങളോട് പോരാടുന്ന ദുഷ്ടന്റെ വ്യാപാര ശക്തികൾ നീങ്ങിപ്പോകട്ടെ. അവരുടെ ശരീരങ്ങൾ സൗഖ്യമാകട്ടെ. അവരുടെ മനസ്സുകളിൽ അവിടുന്ന് പ്രവർത്തിച്ചാട്ടെ. ഹൃദയം ഏറ്റവും കപടവും വിഷമവും ഉള്ള ദൈവത്തിൽ പറയും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടാൽ മാത്രമേ ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയാനൊക്കത്തുള്ളൂ. എനിക്ക് നിങ്ങൾക്ക് രൂപാന്തരം ആവശ്യമാണ്. അത് ഒരു ദിവസം മാത്രമല്ല. അയ്യോ ഞാൻ രൂപാന്തരപ്പെട്ടതാ, ഞാൻ വലിയ ഭക്തനാ, ഞാൻ വലിയ ഭക്തയാ, ഞാൻ പ്രാർത്ഥിക്കുന്ന ആളാ, ഞാൻ EGM റെഗുലറായിട്ട് സംബന്ധിക്കുന്നുണ്ട്, ഇത് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അത് യഥാർത്ഥമായി തീരണം. മനസ്സങ്ങോട്ട് പുതുക്കി രൂപാന്തരപ്പെടണം. യു ഷുഡ് ഹാവ് എ ന്യൂ ഹാർട്ട്. കല്ലായുള്ള ഹൃദയം മാറിയിട്ട് മാംസമായുള്ളൊരു ഹൃദയം നമുക്ക് ആവശ്യമാണ്. രൂപാന്തരപ്പെടുന്ന ഒരു ഹൃദയം ആവശ്യമാണ്. ഇന്ന് അനേകര് കഠിന ഹൃദയന്മാരാണ്. ഫറവോന്റെ ഹൃദയം പോലെയാണ് അനേകരുടെ ഹൃദയം. വളരെ നിങ്ങൾ പൊയ്ക്കോന്ന് പറഞ്ഞു വെച്ചിട്ട് പിന്നെ പറയുന്നത് വിടത്തില്ലെന്ന് പറയും. ഇന്ന് അനേകരും അങ്ങനെയാണ്. ദൈവത്തോടും അങ്ങനെയാണ് പറയുന്നത്. എല്ലാം പറഞ്ഞു വെച്ച് നേരെ തിരിച്ചങ്ങ് പറയുവാൻ. അങ്ങനെ ആയിത്തീരുന്നേ യഥാർത്ഥ. അതുകൊണ്ടാണ് ഫറവോന്റെ ഹൃദയം വീണ്ടും വീണ്ടും കഠിനമായിത്തീരുന്നുണ്ട്. അവനെ രൂപാന്തരപ്പെടുത്തുവാൻ, അവനോട് കൂടെ നിൽക്കുന്നവരെ രൂപാന്തരപ്പെടുത്താൻ കഴിയാത്തത് കൊണ്ടാണ് അവർക്കുള്ളവയുള്ള അവസാനത്തെ ശിക്ഷയും കൊടുത്ത് കടലിൽ അവരെല്ലാം താണുപോയാൽ. അങ്ങനെ ആയിത്തീരരുത്. ദൈവത്തിന്റെ ന്യായവിധിയുടെ കടലിൽ താണുപോകാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ, മുങ്ങിച്ചാകാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. പ്രിയമുള്ളവര്, കർത്താവ് നിന്നോട് വീണ്ടും വീണ്ടും ഇടപെട്ടുകൊണ്ടിരിപ്പാൻ, നിന്നെ താക്കീത് ചെയ്തുകൊണ്ടിരിപ്പാൻ ഒരിക്കലും ഇടവരുത്. കൂടെ കൂടെ ശാസന കേട്ടിട്ടും തിരിഞ്ഞില്ലെങ്കിൽ നീക്കുപോക്കില്ലാതെ നശിച്ചു പോകുന്ന ദൈവം പറയും. അതുകൊണ്ട് ദൈവം നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുക, വചനത്തിൽക്കൂടെ ഇടപെട്ടുകൊണ്ടിരിക്കുക, ഇന്ന് വാൽക്കാലം സംസാരിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കർത്താവോട് പറയാം, കർത്താവ് എന്റെ മനസ്സ് പുതുക്കുന്നു, ഞാൻ രൂപാന്തരപ്പെടുകയാണ്, ഞാൻ സമ്മതിക്കുകയാണ്. ദാവീദ് തന്റെ കുറ്റങ്ങളെല്ലാം ഏറ്റു പറഞ്ഞതുകൊണ്ട് അവന് ക്ഷമ ലഭിച്ചത്. എന്നാൽ പോലും അവന്റെ ആയുഷ്കാലം മുഴുവനും ഈ ലോകത്തിൽ അവൻ അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. അവനെ നിത്യനാശത്തിലേക്ക് ദൈവം വിട്ടുകളഞ്ഞില്ല, അവനോട് ക്ഷമിച്ചു. എന്നാൽ അവൻ അത് ചെയ്തത് കൊണ്ട് അവനെ അങ്ങ് വെറുതെ വിട്ടില്ല. വലിയ സംഭവങ്ങൾ കൂടെ ദാവീദ് കടന്നുപോയി. അതുകൊണ്ട് ലജ്ജാകരമായതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ലജ്ജിക്കുവാൻ വകയില്ലാത്തവരായി നമ്മൾ തീരണം. നമ്മുടെ രഹസ്യവും പരസ്യമായ ജീവിതം. വേറൊരാൾ നമ്മളെ പറ്റി ദോഷം പറയുവാനുണ്ട്. വരോ നിങ്ങളൊക്കെ വലിയ പ്രാസംഗികനും അവനെ പറ്റി പറയുന്നില്ല, അല്ലെ അവളെ പറ്റി പറഞ്ഞല്ലോ, അവളെ എനിക്ക് നല്ലപോലെ അറിയാം എന്ന് വേറൊരാൾ പറയുമ്പോൾ നമ്മുടെ സാക്ഷ്യം മുഴുവൻ നഷ്ടപ്പെടുക പ്രിയമുള്ളത്. അതുകൊണ്ട് വിശുദ്ധരും വിശ്വസ്തരുമായി തീരണം. ഇന്നിൽ സംബന്ധിക്കുന്ന എല്ലാവരോടും ദൈവത്തിന്റെ വചനം പറയുകയാണ്. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്ക് എപ്പോഴും എന്ത് വേണം? മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കും. എന്റെ ജീവിതത്തിൽ കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് എന്റെ 12-ാം വയസ്സിലാണ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. എന്നാൽ ഓരോ ദിവസവും എന്നെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. കുറെ കഴിയുമ്പോൾ പറയും, ഓരോ നീ പോകുന്ന വഴി ശരിയല്ല, നീ കുറച്ചുകൂടെ ശരിയാകാനുണ്ട്, നിന്റെ കാഴ്ചപ്പാട് ശരിയില്ല, നിന്റെ വാക്ക് ശരിയല്ല, നീ മറ്റുള്ളവരോട് ഇടപെടുന്നത് ശരി. ഓരോ ദിവസവും നമ്മളെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഒരു കാര്യം ഓർക്കണം,
ദൈവം നമ്മളോട് കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് കേട്ടില്ലെങ്കിൽ പിന്നെ അടുത്തത് ദൈവം പറഞ്ഞു തരത്തില്ല. ദൈവത്തിന്റെ ഉദ്ദേശം നമ്മുടെ ശുദ്ധീകരണമാണ്. വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് നമ്മൾ രൂപാന്തരം പ്രാപിച്ചുകൊണ്ടിരിക്കുക. അവനോട് അനുരൂപരായി തീരണമെന്നുണ്ടെങ്കിൽ ഓരോ കൽപ്പന ദൈവം തരുന്നത് നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത് നമ്മൾ വിശ്വസ്തരായ അതനുസരിച്ചാലേ അടുത്ത ദൈവം തരും. നമുക്കറിയാമല്ലോ, ആഹാരം, കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കുമ്പോൾ എല്ലാം കൂടെ വിളമ്പി കൊടുക്കത്തില്ല, അല്പാൽപ്പം കൊടുക്കും. അത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ അടുത്ത ദൈവം തരും. നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള ദൈവം അടുത്ത സ്റ്റെപ്പിലേക്ക് ദൈവം നമ്മളെ നടത്തണമെന്നുണ്ടെങ്കിൽ, വിശുദ്ധിയുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് ദൈവം നമ്മെ നടത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിൽക്കുന്നിടത്ത് നിൽക്കരുത്. ദൈവങ്ങൾ വിശുദ്ധിയിൽ എന്താണ് വർദ്ധിച്ചു വരണം. ഈ രാവിലെ അതിരാവിലെ എഴുന്നേറ്റ് എന്തിനാണ് വചനം കേൾക്കുന്നത്? ജീവിതത്തിൽ രൂപാന്തരം പ്രാപിപ്പാനാണ്. മനസ്സ് പുതുക്കണം. കർത്താവെ ഇന്ന് എന്നെ അനുഗ്രഹിക്കണം. നിങ്ങൾ അതാത് സാധനങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുക. ഇന്ന് ദൈവം വലിയൊരു വിടുതലയക്കുവാണ്. നമ്മുടെ ഈ ഇത്രയും ദിവസത്തെ മീറ്റിങ്ങൾ തീരാൻ പോവുകയാണല്ലോ. ആരല്യ ഇത്രയും ദിവസങ്ങൾ ദൈവാനം കേട്ടു, അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനമാക്കി തീർക്കണം. എന്ത് പാടുപെട്ട ഓരോ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നു. ഈ ജീവിതം തുടങ്ങിയിട്ട് ഒരുപാട് വർഷമൊന്നും ആയില്ല, 10-40 വർഷമായി, നിങ്ങൾക്ക് അറിയാം. എന്നാൽ എത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു, അത് അങ്ങ് പ്രവർത്തിക്കുകയാണ്. ഇല്ല എന്തെല്ലാം കാര്യങ്ങൾ അത് നെറ്റിൽ കൂടെ, അത് ദൈവം, ഇതിനൊക്കെ ദൈവമാണ് കൃപ കൊടുക്കുന്നത്. പ്രിയപ്പെട്ട ഒരു വ്യക്തിയിൽ കൂടെ എങ്ങനെയൊക്കെ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ആ വലിയ താല്പര്യം അദ്ദേഹത്തെ തകർത്ത് കളയാനായിട്ട് ശ്രമിച്ചതാണ്. എനിക്കറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം പേഴ്സണലായിട്ട്. അതിന്റെയൊക്കെ മധ്യത്തിൽ എന്താണ്, വീണ് പോകാതെ ദൈവത്തിന് വേണ്ടി ഇന്ന് നിലനിൽക്കുന്നു. ദൈവം എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും അതുപോലെ ആയിത്തീരണം. എത്രത്തോളം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാമോ? പൗലോസിന്റെ ജീവിതം അങ്ങനെയാണ്. അവനെ ഓരോരുത്തർക്ക് ഉപദ്രവിക്കുമ്പോൾ ഒരു വട്ടം കല്ലെറിഞ്ഞേറ്റ് അവൻ ചത്തെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് അവൻ എഴുന്നേറ്റു. ഹല്ലേലൂയ. പൗലോസിനെ ഉപദ്രവിച്ചുകൊണ്ട് അവിടെ പോകാതിരുന്നില്ല. യെരൂശലേമിലേക്ക് പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്മാർ പറഞ്ഞു, യെരൂശലേമിൽ പോകാനും കർത്താവിന് വേണ്ടി മരിക്കാനും ഞാൻ ഒരുക്കമാണ്. കർത്താവ് ഒടുവിൽ അത് മാനിച്ചു. യെരൂശലേമിൽ ആയിരിക്കും പറഞ്ഞു, നീ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നത് കർത്താവിനോട് പറഞ്ഞു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവം നമ്മളെ ദൈവകൃപയിൽ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകണം. ഈ ലോകത്തിന്റെ ഒത്തിരി വസ്തുക്കളോ വലിയ ഭവനങ്ങളോ ഒത്തിരി സമ്പത്തോ ഒക്കെ സ്വരൂപിച്ചു വെച്ചുകൊണ്ടത് കാര്യമായില്ല. സ്വർഗീയമായിട്ട് നമ്മൾ സമ്പന്നരായിത്തീരും. അതുകൊണ്ട് ഈ ലോകത്തിന് അനുരൂപനാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ള ദൈവഹിതം മറക്കരുത്. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ഹിതമുണ്ട്. എന്നെ നിങ്ങളെ കുറിച്ച് ഹി ഹാസ് ഗോട്ട് എ സെപ്പറേറ്റ്, സ്പെസിഫിക് ആൻഡ് പർട്ടിക്കുലർ പ്ലാൻ. ദൈവത്തോട് ചോദിക്കണം, കർത്താവെ എന്നെ ഈ ഭൂമിയിലാക്കിയതിന് അവിടുത്തെ ഹിതം എന്താണ്? നമ്മൾ ചോദിക്കണം. അപ്പൊ ദൈവം പറഞ്ഞു തരും. ഒരുപാട് തടസ്സങ്ങൾ വരും, എല്ലായിടത്തുനിന്നും പോരാട്ടം വരും. എന്നാൽ ദൈവം നമ്മെ സഹായിക്കും. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, എന്നാൽ അവയിൽ നിന്ന് ചിലതിൽ നിന്നൊക്കെ അല്ല, എല്ലാറ്റിലും ദൈവം വിടുവിക്കും. അതുകൊണ്ട് പ്രശ്നങ്ങൾ ദൈവമക്കളുടെ ജീവിതത്തിലാണ് പ്രശ്നവും പോരാട്ടമുള്ളത്. എന്നാൽ ദൈവം വിടുവിക്കും. സുവിശേഷ വേല നമ്മൾ നിർത്തിക്കളയാനുള്ളതല്ല. എതിർപ്പുകൾ വരുന്നല്ലോ, ആ സ്ഥലത്ത് പോയി പറയാൻ പറ്റത്തില്ല. RSS പ്രവർത്തിക്കുന്നു, ഒത്തിരി പേര് പ്രവർത്തിക്കുന്നു, അവര് പ്രവർത്തിക്കും, പക്ഷെ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരത്തില്ല. അടുത്ത് കൊണ്ടുവരാതെ വിലക്കാൻ ദൈവത്തിന് കഴിയും. നമുക്ക് സുവിശേഷ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ നടക്കുന്ന പോലെ ചർച്ചുകൾ ബിൽഡ് ചെയ്യപ്പെടും. അവർക്ക് വേണ്ടുന്ന സാഹചര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം റിസോഴ്സുകളെ ഒരുക്കും. കാരണം നമ്മൾ ഒരുക്കമാണെന്നുണ്ടെങ്കിൽ ദൈവം അതിനേക്കാൾ ഒരുക്കമാണ്. നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ചാൽ ദൈവം 2 സ്റ്റെപ്പ് വെക്കും. അതുകൊണ്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് പേഴ്സണൽ ലൈഫിലും ഉണ്ട്, സംഘടിതമായിട്ടുള്ള കൂട്ടായ്മയുള്ള ജീവിതത്തിലും അത് തന്നെ നടക്കും. അതുകൊണ്ടാണ് മുമ്പന്മാരുമായി തീരുന്നത്. മുൻപന്മാരായിരുന്ന ഒരുപാട് സംഘടനകൾ ക്ഷീണിച്ചും തളർന്നു പോകുമ്പോൾ ഇപ്പോൾ അധിക വർഷം ആകാതിരുന്ന EGM-ന് ദൈവം അനുഗ്രഹിച്ചു, ഇനി അനുഗ്രഹിക്കും. ഈ താല്പര്യത്തോടെ നിന്നാൽ എല്ലാവരും നിൽക്കണം. പ്രാർത്ഥനയുടെ സപ്പോർട്ട് എല്ലാവരും നൽകണം. നമ്മൾ സ്നേഹിക്കണം. അതുകൊണ്ട് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നും തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് പറയുന്നത് ടോട്ടൽ ചേഞ്ച് വേണം. പൂർണ്ണമായി രൂപാന്തരപ്പെടണം. നാം വേറൊരു മനുഷ്യനായി തീരണം. ഞാനും നിങ്ങളും ക്രിസ്തുവിനെ ധരിക്കണം. എന്നെ നിങ്ങളെ കാണുന്നവര് യേശുവിനെ മാത്രം കാണണം. രണ്ടാമതായി, in order to abide forever, we must be doing the will of God always. എന്നൊക്കെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം എപ്പോഴും ചെയ്യണം. 1 യോഹന്നാൻ 2:17 വായിക്കുന്നത്, ലോകം അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവ ഇഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. അതുകൊണ്ട് ഞാനും നിങ്ങളും ദൈവ ഇഷ്ടം ചെയ്താൽ എന്നേക്കും ഇരിക്കുന്നു. ലോകം അതിന്റെ മോഹം ഒഴിഞ്ഞു പോകും, ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്കും. അതുകൊണ്ട് നന്മയും പൂർണ്ണതയും പ്രസാദമുള്ളതായ ദൈവത്തിന്റെ ഇഷ്ടം അത് ചെയ്യുന്നവൻ എന്ത് ചെയ്യും? എന്നേക്കും നിലനിൽക്കുന്നു എന്നാണ് ഇവിടെ രണ്ടാമതായിട്ട് നാം ചിന്തിക്കും. മൂന്നാമതായി, in order to receive what is promised by God, we need to do the will of God with full endurance. അപ്പോൾ ദൈവം നമ്മളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പ്രാപിക്കണമെന്നുണ്ട്. എന്ത് ചെയ്യണം? ഇബ്രാഹിം 10:36 വായിക്കുന്നത്, ദൈവ ഇഷ്ടം ചെയ്ത്. അതുകൊണ്ട് ദൈവ ഇഷ്ടത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടണം. അത് മാത്രം പോരാ, സഹിഷ്ണുത. ഇന്ന് സഹിഷ്ണുത ഇല്ലാത്തതാണ് പ്രശ്നം.
പെട്ടെന്ന് അങ്ങ് ഓടിപ്പോകുന്നു. എന്റെ നീതിമാൻ വിശ്വാസത്തിൽ, അതുപോലെ വിശ്വസിക്കുന്നവൻ ഓടിപ്പോകത്തിൽ എന്ന് പറയുന്നുണ്ട്. ദൈവം നമ്മെ വിളിച്ചിറക്കിയെത്തുന്നു, ഓടിപ്പോകരുത്. അനേകർക്ക് ഈ ക്രിസ്തീയ ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരാൻ പലർക്കും ഭയമാ. കാരണം കൂടുതലെടുത്ത പ്രശ്നമാണെന്ന് പിശാച് പറയുന്ന, നീ എത്രത്തോളം ദൈവത്തെ അടുക്കുമോ പിശാചാകുന്ന പ്രശ്നം ദൈവം നിന്നിൽ നിന്ന് മാറ്റിത്തരാം. അതുകൊണ്ട് ഇവിടെ മൂന്നാമത് നമ്മൾ ചിന്തിക്കുന്നത്, ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കണോ, സഹിഷ്ണുത വേണം. ഫോർ യു ഹാവ് നീഡ് ഓഫ് എൻഡ്യൂറൻസ് so that after you have done the will of God you may receive the promise. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെതായ വാഗ്ദത്തങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. ഹല്ലേലൂയ. ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു വാഗ്ദത്തം ദൈവം തന്നിട്ടുണ്ട്. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തു. അത് അബ്രഹാം അവന്റെ തലമുറയും പ്രാപിച്ചു. അബ്രഹാം പ്രാപിച്ചു. വാഗ്ദത്തം ചെയ്തത് പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് സഹിഷ്ണുത ആവശ്യമാണ്. അബ്രഹാം സഹിഷ്ണുതയോടെ കാത്തിരുന്ന് 25 കൊല്ലക്കാലം തലമുറ ഉണ്ടാകാൻ വേണ്ടി അബ്രഹാം മടി കൂടാതെ സഹിഷ്ണുതയോടെ കാത്തിരുന്നുകൊണ്ട് അതവന് ലഭിച്ചു. ഇന്ന് അബ്രഹാമിന്റെ തലമുറയെ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുക. നാലാമതായി, ഡു ദ വിൽ ഓഫ് ഗോഡ് ആൻഡ് പുട്ട് ടു സൈലൻസ് ദ ഇഗ്നറൻസ് ഓഫ് ദ ഫൂളിഷ് മെൻ. അതുകൊണ്ട് പലരും ഉണ്ട് ഇഗ്നറന്റ് ആയിട്ടുള്ളവരുടേതായ കാര്യങ്ങൾ, അതിന്റെ മേൽ ജയമെടുക്കണം. 1 പത്രോസ് 2-15-16 വാക്യം, നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം മിണ്ടാതാക്കണം എന്നുള്ളത് ദൈവത്തിന്റെ ഇഷ്ടമാകുന്നു. സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിന്റെ ദാസന്മാരുമായി നടപ്പി. അപ്പോൾ എന്താണ്? മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ പോഷത്വം മിണ്ടാതാക്കണം. പൗലോസ് ചെയ്ത് അതാണ്. പലരും ബുദ്ധിയില്ലാത്ത കാര്യങ്ങൾ പറയും, അതൊക്കെ ശരിയാണെന്ന് വിശ്വസിക്കരുത്. ദൈവവചനപ്രകാരമുള്ളത് മാത്രമാ ശരി, 2 ശരിയില്ല. നിന്റെ ശരിയും ദൈവത്തിന്റെ ശരിയും ഇല്ല. ദൈവത്തിന്റെ ശരിയാണ് ശരി. അതുകൊണ്ട് മറ്റുള്ളവരുടെ പോഷത്വത്തെ മിണ്ടാതാക്കത്തക്കവണ്ണം ദൈവവചനപ്രകാരം ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. 5-മതായി, ടു നോ ദ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ് ഓൾവേസ് we need to have a transformed nature, the nature of Jesus, the new man in Christ. എഫെസ്യ ലേഖനം 4:23-24 വാക്യത്തിൽ വായിക്കുന്നു, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യരെ ധരിച്ചുകൊള്ളുവിൻ. അതുകൊണ്ട് ഈ മനുഷ്യരെ ധരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കാം. പഴയതെല്ലാം പോയി. പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ജീവിക്കുന്ന ഞാനും നിങ്ങളുമാണ്. യേശു ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവരായി നമ്മൾ തീരണം. പ്രിയമുള്ളവരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒറ്റ വാക്കുകൂടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ കുഞ്ഞുങ്ങളെ ഈ വചനം കേട്ടു. നിന്റെ മക്കളെ അനുഗ്രഹിക്കണം. ഇന്ന് നിന്റെ മക്കളുടെ ജീവിതത്തിൽ ഇന്ന് വരെ നടക്കാത്ത അത്ഭുതങ്ങളും അതിശയങ്ങളും അടയാളങ്ങളും അവിടുന്ന് പ്രവർത്തിക്കണം, അനുഗ്രഹിക്കണം. മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെട്ട് പുതുമനുഷ്യനായി ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് ക്രിസ്തുവായി തീരുവാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.